ഹായ് ഹലോ എല്ലാവർക്കും അഗ്ഗി സ്റ്റോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സാറ്റർഡേ ആണ് കേട്ടോ. അപ്പോൾ സാറ്റർഡേ ഹാപ്പനിങ്സ് ആണ് ഈ വീഡിയോയിൽ ഉണ്ടാവുക, ഒരു മിനി വ്ളോഗ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഉച്ചയ്ക്കാണ് എണീറ്റത്. എന്നിട്ട് ഞങ്ങൾ പുട്ടും ചെറുപയർ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. പപ്പടമൊക്കെ കൂട്ടി അത് കഴിച്ചു. അതിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കഴുകണം. ചോറിന് ഇട്ടു കേട്ടോ നേരത്തെ തന്നെ കഴുകിയിട്ട്. പിന്നെ മീൻ താളയാണ് കിട്ടിയത്. അപ്പോൾ അതും കുറച്ച് ചിക്കൻ്റെ പീസും ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണുക്കാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് അവിടെ കളിച്ചൊക്കെ നടക്കുമായിരുന്നു. ഇനി ലഞ്ചിൻ്റെ പരിപാടിയിലേക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ അല്ലിക്കുട്ടൻ എല്ലാം വലിച്ചു വാരിയിട്ടൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ബാസ്ക്കറ്റിലൊക്കെ എടുത്തിട്ട് വെക്കുന്നുണ്ട്. സാറ്റർഡേ സൺഡേ ലീവ് ആയതുകൊണ്ട് തന്നെ ഫ്രൈഡേ ഞങ്ങൾ ഉറങ്ങാൻ നല്ല താമസിക്കും കേട്ടോ. എന്തെങ്കിലുമൊക്കെ പരിപാടികളായിട്ട് അങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ സിനിമ കാണുകയെ അല്ലെങ്കിൽ പുറത്ത് പോവുകയോ അങ്ങനെയൊക്കെ ചെയ്യാറ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നല്ല ലേറ്റ് ആവുന്നതുകൊണ്ട് തന്നെ സാറ്റർഡേ ഉറക്കം എണീക്കാൻ നല്ല താമസമായിരിക്കും കേട്ടോ. അപ്പോൾ ഏട്ടൻ എന്താ പാത്രമൊക്കെ കഴുകാൻ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു തുണിയൊക്കെ ഉണങ്ങിയതുണ്ട് അതൊക്കെ എടുത്ത് വെച്ചിട്ട് പുതിയത് സെറ്റ് അലക്കാനിടാന്ന് വിചാരിച്ചു. അപ്പോൾ അല്ലുക്കുട്ടൻ പുറകെ തന്നെ എല്ലാത്തിനും സഹായമായിട്ടുണ്ട് കേട്ടോ. അല്ലുക്കുട്ടൻ ഇപ്പോൾ എല്ലാം ഹെൽപ്പ് ചെയ്ത് തരും, ഭയങ്കര ഇഷ്ടമാണ് എല്ലാം ചെയ്തു തരാൻ. എന്തെങ്കിലുമൊക്കെ പണി അവനിങ്ങനെ കൊടുത്താൽ അവൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഞാനും എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവന് കൊടുക്കും, ചെയ്തോട്ടെ എന്ന് വിചാരിക്കും. അവനും അത് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിന് സമ്മതിക്കും കേട്ടോ. അപ്പോൾ അതാ ഇപ്പോൾ എൻ്റെ കൂടെ തുണിയൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇനി തുണി അലക്കാനിടാൻ നേരത്തും വരുന്നുണ്ട്, ഒക്കെ അവൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഇപ്പോൾ ആ വിൻ്ററിൻ്റെ തണുപ്പൊക്കെ പോയി ചൂട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അല്ലിക്കുട്ടൻ്റെ ഉടുപ്പൊന്നും ഇല്ലാതെ നടക്കുന്നത്. ഭയങ്കര ചൂടല്ലെങ്കിൽ കൂടി അത്യാവശ്യം ചൂടുണ്ട്. പിന്നെ അവന് മുടിയൊക്കെ നിറയെ വളർന്ന് കിടക്കുന്നുണ്ട്, വെട്ടാനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടെ അവനൊരു ഇറിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇന്ന് പോകണമെന്നാണ് വിചാരിച്ചത്, പക്ഷെ ഇന്നും പോകാൻ പറ്റിയിട്ടില്ല. ഇനി നാളെ കൊണ്ടുപോയിട്ട് വേണം വെട്ടിക്കാൻ വേണ്ടിയിട്ട്. Good job. So, close it. Okay. Close it. Okay. Okay, done. ചുമ്മാ അതിൽ ഞെക്കുക. Okay. അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് ഇടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാനൊരു നാരങ്ങ മിഠായിയാണ് കൊടുത്തത്. അപ്പോൾ അത് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഇതാ പോവാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ പോയി അതൊക്കെ കഴിച്ചിരുന്നോളും. അപ്പോൾ ഞാനിനി എരിശോരി വയ്ക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. ചെറുപയർ ഇട്ടിട്ട് രാവിലെയും ചെറുപയറായിരുന്നു, എന്നാലും എനിക്കിന്ന് ഇത് കഴിക്കാനുള്ളൊരു ആഗ്രഹവും. പിന്നെ മത്തങ്ങ കുറച്ച് ദിവസമായി ഫ്രിഡ്ജിൽ ഇരിക്കുന്നു, അപ്പോൾ അതിനി ഇരുന്ന് കിടന്നു പോകും. അപ്പോൾ അതുകൊണ്ട് അതങ്ങ് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എരിശോരി വയ്ക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പയർ വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. കുതിർത്തിട്ടില്ല, അപ്പോൾ കുറച്ചധികം വിസിലടിക്കേണ്ടി വരും. എന്നിട്ട് പിന്നെ മത്തനും കായും ഇടുന്നുണ്ട്. അത് രണ്ടും കൂടെ ഇട്ടിട്ട് വേവിച്ചിട്ട് പിന്നെ നമ്മൾ തേങ്ങ അരപ്പൊഴിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എളുപ്പമാണെന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്. അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ കുറച്ച് പീസേ ഉള്ളൂ കേട്ടോ, ഒരു 4-5 പീസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വിചാരിച്ചു. ബാക്കി പീസൊക്കെ കറി വെച്ചിട്ട് ബാക്കി എടുത്ത് വെച്ചതാണ് കേട്ടോ, ലെഗ് പീസും വിങ്സൊക്കെ ആയിട്ട്. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏട്ടനത് കഴുകിയൊക്കെ എടുത്ത് തരികയാണേ. അപ്പോൾ പിന്നെ നമ്മൾ മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാളത്തേക്ക് കൂടെ എടുക്കാമല്ലോ, നാളെ കുറച്ച് പണി കഴിഞ്ഞിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മീൻ കറിയും കൂടെ വെക്കും. അപ്പോൾ ഇതാണ് ലഞ്ച് മീൻ കേട്ടോ. ഫുഡൊക്കെ ആക്കി കഴിച്ചിട്ട് വേണം ഇനി നെസ്റ്റോ പോകാൻ. നമ്മൾ വീഡിയോയിലൊക്കെ ഇപ്പോൾ ഒരു വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാൻഡി കേക്ക് ഉണ്ടല്ലോ, കരാമയിലുള്ളത്. അപ്പോൾ അതിപ്പോൾ നെസ്റ്റോൻ്റെ എല്ലാ ഔട്ട്ലെറ്റിലും വന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ ഒരു ഷാൻജിയോൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇപ്രാവശ്യം ലുലു പോകണ്ട, നെസ്റ്റോ പോകാം. അപ്പോൾ പിന്നെ അതുകൂടെ വാങ്ങാമല്ലോ. 3 ഫ്ലേവർ എന്തോ ആണുള്ളത്, ബ്ലൂബെറി, മാംഗോ, പിന്നെ ചോക്ലേറ്റ്. അപ്പോൾ കരാമയിൽ പോയി അത് വാങ്ങാനൊക്കെ റിസ്ക് ആയതുകൊണ്ട് നമുക്ക് വിചാരിച്ചു ഇവിടെ ഇപ്പം അടുത്ത് കിട്ടുമല്ലോ, അതുകൊണ്ട് നെക്സ്റ്റ് പോവാം, അവിടെ പോയി അത് മേടിച്ച് അതൊന്ന് കഴിച്ച് വെക്കാമെന്നൊക്കെ വിചാരിച്ച് ഇനി ഫുഡൊക്കെ ആക്കിയിട്ട് വേണം നെക്സ്റ്റൊക്കെ ഇറങ്ങാൻ. നമ്മൾ സാധനം മേടിച്ചിട്ടില്ല, സാധാരണ ഫ്രൈഡേ ആണ് പോയി വാങ്ങാറ്. അപ്പോൾ ഇന്നലെ നമ്മൾ പോയില്ല, മടിയായിരുന്നു. ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ മടിയായിരുന്നു കേട്ടോ പോകാൻ. അപ്പോൾ പിന്നെ ഇന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇനി
ഫുഡൊക്കെ ആക്കി കഴിച്ചിട്ട് വേണം ഒന്ന് രാത്രിയൊക്കെ ആയിട്ട് ഒന്ന് ഇറങ്ങാൻ. ഇവിടെ അടുത്ത് തന്നെയാണ്, നമുക്ക് നടന്ന് പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ പിന്നെ പോയി വരാമല്ലോ. അങ്ങനെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ. ഇനി ലാസ്റ്റ് പൊരിച്ചാൽ മതിയല്ലോ. ഞാനിനി ഇതിൻ്റെ എരിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള മത്തനും കായൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അതിനിടയിൽ കൂടെ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു മുന്തിരി എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഗ്രേപ്സ്. അലിക്കുട്ടന് നല്ല ഇഷ്ടമാണ്. അലിക്കുട്ടന് ഓരോ പ്രാവശ്യം ഓരോ ഇഷ്ടങ്ങളാണ് കേട്ടോ. ഇപ്പം മുന്തിരിയോടാണ് ഇഷ്ടം. അപ്പോൾ മുന്തിരിയാണ്, അതും പർപ്പിൾ ഗ്രേപ്സ് തന്നെ വേണമെന്ന് നോക്കിയാണ് കേട്ടോ പറഞ്ഞാറ്. അങ്ങനെ ഏട്ടൻ അത് കഴുകി എടുത്തിട്ട് രണ്ടാളുടെ കഴിക്കാൻ പോവാണേ. ഇപ്പോൾ ചൂട് വന്ന് തുടങ്ങിയോണ്ട് തന്നെ ഈ മുട്ടയൊക്കെ ഇനി പുറത്ത് വെച്ചിരുന്നാൽ ചിലപ്പോൾ കേടറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബാക്കി മുട്ട ഇരിക്കുന്ന ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാമെന്ന്. കാരണം ചിലപ്പോൾ ചൂടടിച്ചു കഴിഞ്ഞാൽ അത് കേടായി പോകുമല്ലോ. അല്ല, ഈ തണുപ്പായിരുന്ന സമയത്തൊക്കെ ഞാൻ പുറത്ത് തന്നെയാണ് വെക്കാറ്. അപ്പോൾ ഇനി അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ അടുത്തകത്തോട്ട് വെച്ചു കേട്ടോ. എന്ത് അവന് ഭയങ്കര ഇഷ്ടമാണ്, വാങ്ങണം കേട്ടോ. ഷോപ്പിൽ തിരക്കായതുകൊണ്ട് തന്നെ ഇപ്പം അമ്മ അങ്ങനെ അധികം വിളിക്കലില്ല കേട്ടോ. ഇപ്പോൾ സീസണാണല്ലോ പെരുന്നാളിൻ്റെ, അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടാവും. ഇന്ന് ശനിയാഴ്ചയും കൂടെ ആയതുകൊണ്ട് പിന്നെ പറയേണ്ട, നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് ഇന്നിപ്പം തീരെ വിളിച്ചിട്ടില്ല. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ടൊന്ന് വിളിച്ച് നോക്കാൻ. തിരക്കാണെങ്കിൽ അമ്മ എടുക്കില്ല. ഈ നോമ്പ് തുറക്കുന്ന സമയത്താണ് ഇപ്പോൾ കൂടുതലായിട്ടും വിളിക്കാറ് കേട്ടോ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ ഇങ്ങനെ ആയതുകൊണ്ട് ഞാനും വിളിച്ച് ശല്യപ്പെടുത്താറില്ല. എത്ര കുറച്ചുണ്ടാക്കിയാലും ഉണ്ടായി വരുമ്പോൾ ഒരുപാടുണ്ടാവും കേട്ടോ. എനിക്ക് ഈ പിറ്റേന്നത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് കഴിക്കുന്ന പരിപാടി തീരെ ഇഷ്ടമല്ല. പക്ഷെ എത്ര ഉണ്ടാക്കിയാലും കുറച്ച് കൂടുതലായിരിക്കും. എന്നാൽ അതിനനുസരിച്ച് കുറച്ചുണ്ടാക്കുന്ന ദിവസം തികയില്ല. അതുകൊണ്ട് തന്നെ എന്താ പറയുക, കുറച്ചിട്ട് ഉണ്ടാക്കാൻ തോന്നുകയില്ല കേട്ടോ. ഇന്നിപ്പോൾ ഇതാ കുറച്ചുണ്ടാക്കിയാൽ മതി എന്നും പറഞ്ഞ് പയറൊക്കെ ഇട്ട് ഇതെല്ലാം കൂടെ അരിഞ്ഞുണ്ടാക്കി വന്നപ്പോഴേക്കും ഒരു 3/4 ഭാഗത്തോളം ഉണ്ട് കേട്ടോ കുക്കറിൻ്റെ. അതിന് എന്തായാലും നാളത്തേക്കും ഉണ്ടാവും. എനിക്ക് ഇന്ന് തിന്ന സാധനം തന്നെ നാളെയും തിന്നുന്നതിനോട് തീരെ ഇഷ്ടമല്ല കേട്ടോ. ഫ്രിഡ്ജിലിരുന്നിട്ടാന്ന് തോന്നുന്നു മത്തങ്ങയ്ക്ക് നല്ല കട്ടിയായിരുന്നേ. ഒരുപാട് കഷ്ടപ്പെട്ടു അതൊന്ന് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ കായയുടെ തോല് ഞാൻ കളയാറില്ല കേട്ടോ. എന്തെങ്കിലും കറുത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ അത് മാത്രം ചെത്തി കളഞ്ഞിട്ട് ഞാൻ തോലോട് കൂടിയാണ് കറിയിലൊക്കെ ഇടാറ്. അതിൻ്റെ തോലും നല്ലതാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് എന്തെങ്കിലും കേടുണ്ടെങ്കിൽ ചെത്തി കളഞ്ഞിട്ട് അതങ്ങനെ യൂസ് ചെയ്യുകയാണേ ചെയ്യാം. ഏട്ടൻ ഇതാ കഴിച്ചത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജൊക്കെ ഒന്ന് സെറ്റാക്കുകയാണേ. ഫ്രിഡ്ജ് നിറയെ വേണ്ടാത്ത സാധനങ്ങൾ കുത്തി നിറച്ച് വെച്ചേക്കാന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് ക്ലീൻ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഓരോന്ന് എന്നെ പറഞ്ഞു വിട്ടു കേട്ടോ. ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എല്ലാം എടുത്ത് പുറത്തിട്ടേക്കാണ്. ഓരോന്ന് കാണുമ്പോഴും അല്ലിക്കുട്ടൻ അത് വേണമെന്നും പറഞ്ഞിട്ട് അതിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. ഒരു പണിയെടുക്കുമ്പോൾ പുറകെ ചെന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏട്ടന് ദേഷ്യവും വരും കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും കൂടിയുള്ള ബഹളമാണ് കേൾക്കുന്നത് കേട്ടോ പുറകിൽ. രണ്ടാളുടെയും മുടി വെട്ടിക്കാനായിട്ടുണ്ട്. അപ്പോൾ അല്ലുവിൻ്റെ ഇന്നിപ്പോൾ ഞാനും കൂടെ പോയിട്ടുണ്ടെങ്കിലേ വെട്ടാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്ന് എനിക്ക് ഇനി പോകാൻ വയ്യ. അതുകൊണ്ട് അല്ലുവിനെ നാളെ കൊണ്ട് വെട്ടിക്കാമെന്ന് വിചാരിച്ചു. ഏട്ടൻ ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പോയി മുടി വെട്ടി വരാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ കുറേ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കുറേ ദിവസമായിട്ട് പകുതി മുറിച്ചതും പകുതി തിന്നിട്ടൊക്കെ ബാക്കിയുള്ള എടുത്ത് വെച്ചിട്ട് അതൊക്കെ വേസ്റ്റ് ആയിപ്പോയി കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് ഏട്ടൻ എന്താ വീണ്ടും ബാക്കി ഈ ഷെൽഫൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാൻ പോയൊക്കെയാണ്. ചുമ്മാ ഇരിക്കുമ്പോൾ ഏട്ടൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഓരോന്ന് ചെയ്യുകയാണ് കേട്ടോ. അല്ലുക്കുട്ടനും കൂടെ ഉണ്ട് ഹെൽപ്പിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞാനിതാ പയർ വെന്ത് വന്നപ്പം ഈ കഷ്ണങ്ങളൊക്കെ ഇട്ട് വീണ്ടും വിസിൽ അടിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് നമ്മൾ പയർ വേവിക്കുമ്പോൾ ഇടാറില്ല. കഷ്ണങ്ങൾ ഇട്ടപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഉപ്പിട്ടത്. ഇനി ഇതൊരു 2-3 വിസിൽ മതിയാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അരപ്പൊഴിക്കാം. അങ്ങനെ
അരിയും വാർത്തൊന്ന് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ ഒരു അരിപ്പയിൽ തന്നെയാണ് കേട്ടോ വാർത്ത് വെച്ചത്. ഈ എരിശ്ശേരിയൊക്കെ ഓരോ സൈഡിലും ഓരോ പോലെ ആയിരിക്കും ഉണ്ടാക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ പല വീഡിയോസിലായിട്ട് പല രീതിയിലാണ് കണ്ടിട്ടുള്ളത്. അതുപോലെ ഏട്ടൻ്റെ വീട്ടിലും ഉണ്ടാക്കുന്ന പോലെയല്ല എൻ്റെ വീട്ടിലുണ്ടാക്കുന്നത് കേട്ടോ. അരപ്പിനായാലും കഷ്ണത്തിനും ഒക്കെ മാറ്റം ഉണ്ടാവും. ഇത് മമ്പയറിട്ട് വെക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ. ചിലയിടത്ത് മുതിര ഇട്ടൊക്കെ വെക്കുന്നതും കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ അരപ്പിൽ തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ജീരകവും മഞ്ഞളും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കുക. ചിലയിടത്ത് ചെറിയ ഉള്ളി മാത്രം ഇടും, ചിലർ വെളുത്തുള്ളി ഇടില്ല. അങ്ങനെയൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ്റെ വീട്ടിൽ വെളുത്തുള്ളി ഇടില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ അതൊക്കെ എടുത്തിട്ടിട്ട് അരയ്ക്കാൻ പോവാണ് കേട്ടോ. നന്നായിട്ട് നല്ല മഷി പോലെ അറിയില്ല, എന്നാൽ ചതക്കിയല്ല, കുറച്ചും കൂടെ നന്നായിട്ട് അരയ്ക്കുക. ആ രീതിയിലാണ് അരച്ചെടുക്കുക. അതുപോലെ ഇത് വറവിടുമ്പോഴും ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ മൂപ്പിച്ചിട്ട് ഇടുക. തേങ്ങയും ഉഴുന്നും പിന്നെ കറിവേപ്പില, കടുക്, ഉണക്കമുളക് ഇതൊക്കെ കൂടി ഇട്ടിട്ടാണ് നന്നായിട്ട് മൂപ്പിച്ചിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ട് മൂപ്പിച്ചാണ് കേട്ടോ ഞാൻ വറവിടാറ്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ തേങ്ങയും കൂടെ വരുമ്പം നല്ല ടേസ്റ്റാണ്. അത് എല്ലായിടത്തും ഇടുമെന്ന് എനിക്കറിയില്ല. എൻ്റെ വീട്ടിലും ഇടാറില്ല. ഞാനത് ഒരു വീഡിയോയിൽ കണ്ടതാണ്. എന്നിട്ട് അതിനുശേഷം അങ്ങനെ ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റായിട്ട് ഇപ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സാധാരണ ടേസ്റ്റിൽ നിന്ന് കുറച്ചുകൂടെ അത് എൻഹാൻസ് ചെയ്ത് നിൽക്കുന്ന പോലെ തോന്നാറുണ്ട്. No, don't take. Here you go. ഉമ്മയാണോ? അങ്ങനെ ഏട്ടൻ്റെ ക്ലീനിങ് ഏകദേശമൊക്കെ കഴിഞ്ഞ് ഒക്കെ ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തുണി അലങ്ങി കഴിഞ്ഞു. അപ്പോൾ ഞാനും അലിക്കുട്ടനും കൂടെ ഇനി അതൊക്കെ എടുത്തുകൊണ്ടൊന്ന് പോയിട്ട് വിരിക്കാൻ പോവാണേ. അപ്പോൾ ഏട്ടൻ ഒക്കെ വൃത്തിയാക്കി കുറേ കുപ്പിയും പാത്രങ്ങളൊക്കെ കഴുകാൻ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. അങ്ങനെ ഇനി പണികൾ കുറച്ച് കൊണ്ടുവരുമ്പോൾ അത് കൂടി വരികയാണ്. അലിക്കുട്ടൻ എന്താ ആ ബക്കറ്റൊക്കെ എടുത്ത് പോവാണ്. പറ്റാത്ത പണിയും കൊണ്ട് പോവാണ് കേട്ടോ അവൻ. Take this one. No, I don't need them. അല്ല ഇടണ്ട. Amma. ഓ I don't need them. വേണ്ട, അമ്മ ഇട്ടവളാ. Amma, no okay. വേണ്ട. No. അങ്ങനെ അലക്കിയ തുണിയൊക്കെ ഞാൻ വിരിച്ചിട്ടു. അപ്പോഴേക്കും ആ ഉണങ്ങിയ തുണികളൊക്കെ ഏട്ടൻ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അല്ലിക്കുട്ടനും ഉണ്ട് സഹായത്തിന്. അവൻ എല്ലായിടത്തും ഇങ്ങനെ ഓടി നടന്ന് സഹായിക്കുകയാണ്. വലുതാകുമ്പോഴും ഇതൊക്കെ ഉണ്ടായാൽ മതിയായിരുന്നു. Amma, do you come here? Are you tired? No, ആയിട്ടില്ലല്ലേ? Amma, are you come here? അങ്ങനെ എരിശ്ശേരീൻ്റെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. അരപ്പിട്ടെടുത്തു. അരപ്പ് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വറവിട്ടാൽ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഏട്ടൻ എന്താ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും, എന്തെങ്കിലുമൊക്കെ ഉപ്പോ പൊടിയോ എന്തെങ്കിലും കുറവുണ്ടോ, എരിവ് കുറവുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ. ഏട്ടൻ ഇങ്ങനെ കഴിക്കാൻ നല്ല ഇഷ്ടമായതുകൊണ്ട് എനിക്ക് ഇതുപോലെയൊക്കെ ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കാനും ഇഷ്ടമാണ്. ഏട്ടൻ ഇതുപോലത്തെ നാടൻ ഫുഡിനോടാണ് താല്പര്യം കേട്ടോ. മീൻകറി ആയാലും ഇതുപോലെയുള്ള എരിശ്ശേരിയോ അങ്ങനെ കാളനോ അങ്ങനെയൊക്കെയുള്ള നാടൻ കറികളോടാണ് കേട്ടോ ഏട്ടനും ഇഷ്ടം. അപ്പോൾ ഉണ്ടാക്കുമ്പോഴും അവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കി പോകുമ്പോൾ എനിക്കും അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു സന്തോഷമാണ് അതൊക്കെ. അങ്ങനെ ഞാൻ തേങ്ങയൊക്കെ മൂപ്പിച്ചെടുക്കുകയാണ് വറവിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞു. എന്നിട്ട് ഏട്ടൻ ആ സമയത്ത് മുടി വെട്ടാൻ പോയി കേട്ടോ. ഇനി മുടി വെട്ടി വരുമ്പോഴേക്കും ഞാൻ മീൻകറിയൊക്കെ വെച്ച് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പരിപാടിയൊക്കെ വേഗം തീരും. മീൻ എപ്പോഴത്തെയും പോലെ മുളകിട്ട് തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ഇന്ന് പുളിക്ക് പകരം കുടംപുളി ഇട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. കുറേ ആയി കുടംപുളി ഇട്ട് കഴിച്ചിട്ട്. അപ്പോൾ മീൻ ക്ലീൻ ചെയ്താണ് വാങ്ങിച്ചത്. എന്നാലും അവിടെ ഇവിടെയൊക്കെ ഈ സൈഡിൽ അതിൻ്റെ കുമ്മായം പോലത്തെ സംഭവം ഉണ്ടല്ലോ, അതിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണേ. അലക്കുട്ടനുണ്ട് വന്ന് നിന്നിട്ട് സൈഡിൽ ഓരോ കമൻറ്റും പറഞ്ഞ് നിൽക്കുന്നേ.
അങ്ങനെ ആ മീൻകറിയുടെ പരിപാടികളൊക്കെ തുടങ്ങി കേട്ടോ. മീൻകറിയൊക്കെ വെച്ച് ഏകദേശം ഒക്കെ ആകുമ്പോഴേക്കും ആയപ്പോഴേക്കും ഏട്ടനും വന്നു കേട്ടോ. ഏട്ടൻ മുടിയൊക്കെ വെട്ടി വന്നിട്ട് കോലം നോക്കും ആകെ വെട്ടിക്കൊളാക്കി. മുടിയും താടിയും ഒക്കെ അവർ കൊളാക്കി. എന്നും വെട്ടുന്ന ആളല്ല എന്ന് പറഞ്ഞ് വേറെ ഒരാളായിരുന്നു വെട്ടിയത്, അതുകൊണ്ട് ആകെ കൊളായി എന്നൊക്കെ പറയുന്നു. അതെന്തായാലും അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അങ്ങനെ ഞാനതാ ചിക്കനൊക്കെ പൊരിച്ച് മീൻകറിയൊക്കെ ആക്കി. അതിൻ്റെ ഫുഡിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. അപ്പോഴേക്കും അച്ഛനും മോനും കൂടെ കുളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പൂളിൽ പോകണമെന്ന് പറഞ്ഞ് ഭയങ്കര കളിയായിരുന്നു, കരച്ചിലായിരുന്നു. അപ്പോൾ പിന്നെ പോകാൻ പറ്റിയില്ല. ഈ സമയമൊക്കെ ആകുമ്പോൾ നല്ല ചൂടായിരിക്കും വെള്ളത്തിന്, അപ്പോൾ അതിലേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു ടബിൽ വെള്ളം നിറച്ച് കൊടുക്കുക. അപ്പോൾ പിന്നെ അവൻ അതിൽ കളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൽ കളിക്കാൻ. വെള്ളത്തിൽ കളിക്കാൻ കിട്ടുന്ന സമയമൊന്നും അവൻ പഴക്കില്ല കേട്ടോ. മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. അത് നന്നായിട്ട് ആർത്ത് തിമിർത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ നേരമൊക്കെ കളിക്കാൻ വിട്ടിട്ട് പിന്നെ തല നനഞ്ഞു തുടങ്ങിയപ്പോൾ പിന്നെ അവനെ കുളിപ്പിച്ച് കയറ്റി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ കുളിക്കാൻ പോയി. അപ്പോൾ അതാ കുളിച്ച് വന്ന് നിൽക്കുന്ന നിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ അവൻ കുറച്ച് നേരം അവന് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവിടെ ഇരുത്തി ടി വിയൊക്കെ വെച്ച് കൊടുത്തു. എന്നിട്ട് ഞാൻ ബാക്കി കിടന്ന പാത്രമൊക്കെ കഴുകി സെറ്റാക്കി. അവരൊക്കെ കുളിച്ചു. ഞാൻ കുളിച്ചില്ല കേട്ടോ. എനിക്ക് വിശന്നുകൊണ്ട് ഞാൻ വെച്ച് ഇനി കഴിച്ചിട്ടൊക്കെ പിന്നെ വൈകുന്നേരം കുളിക്കാമെന്ന്. വൈകുന്നേരം ആയി. ഇപ്പം ഫുഡ് കഴിക്കുമ്പോൾ 6 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡൊക്കെ വിളമ്പി എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനി ഇത് അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലെടുത്ത് ഇനി അതും കഴുകണ്ടേ. അതുകൊണ്ട് വിളമ്പി ടേബിളിൽ കൊണ്ടുവച്ച് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. മീൻകറിയൊക്കെ നല്ല സെറ്റായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ കഴിക്കുകയാണ്. ആകെ ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് വിശന്നീന്നു. കാരണം പുട്ടായതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ അങ്ങനെ കഴിച്ചില്ലായിരുന്നു. അവർക്ക് പുട്ട് കൊടുത്തിട്ട് ഞാൻ കോൺഫ്ലെക്സ് കഴിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് ആകെ ക്ഷീണമായിപ്പോയിരുന്നു. അങ്ങനെ ഞങ്ങളിതാ ഫുഡ് കഴിക്കുകയാണ്. ഇനിയോ എത്രണ്ണോ ഉപ്പിട്ടോ? അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം. കുറച്ചൊന്ന് കിടന്നിട്ടൊക്കെ വേണം എണീറ്റിട്ട് നെസ്റ്റോക്കി പോകാൻ വേണ്ടിയിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ട്. ഇപ്പം തന്നെ സമയം 6-6:30 കഴിഞ്ഞു കേട്ടോ. ഇനി ഒന്ന് കുറച്ച് നേരമൊക്കെ കിടന്ന് ഒന്ന് ഇതാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം കഴിച്ച ഉടനെ ഇനി നടക്കാനൊന്നും വയ്യ. അപ്പോൾ പിന്നെ കുറച്ച് നേരമൊക്കെ അങ്ങനെ കിടന്നു. പിന്നെ അല്ലിക്കുട്ടനായിട്ടൊക്കെ കുറച്ച് നേരം കളിയും ചിരിയൊക്കെ ആയിട്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയി കുളിച്ച് ഫ്രഷായി റെഡിയായി നെസ്റ്റോക്കി പോകാമെന്ന് വിചാരിച്ചിട്ട് ഒരു 7-7:30 ആയിട്ടുണ്ടായിരുന്നേ. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ലുലു അല്ല നെസ്റ്റോ, രണ്ടും അടുത്ത് തന്നെയാണ്. അപ്പോൾ അല്ലിക്കുട്ടൻ റെഡിയായി പോയി. ആദ്യം തന്നെ പോയി ലിഫ്റ്റിൻ്റെ ബട്ടണൊക്കെ പ്രസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവനാണ് അതിൻ്റെ ഡ്യൂട്ടിയെ. അപ്പോൾ ട്രോളിയൊക്കെ വലിച്ച് അവൻ തന്നെയാണ് നടക്കുന്നത്. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ അത് ഞങ്ങൾ തന്നെ വാങ്ങി വെച്ചു കേട്ടോ. പിന്നെ അതിനായിരുന്നു ബഹളം. അപ്പോൾ ഞങ്ങൾ പോയി വരാം. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. എത്തിയപ്പോൾ തന്നെ കല്യാണം നമുക്ക് ഒരു ജ്യൂസ് തന്നിട്ടുണ്ട്, മുഹബത്ത് കാ ഷർബത്ത് അങ്ങനെ കേട്ടോ, ആ ഒരു ജ്യൂസ്. അപ്പോൾ അതൊക്കെ കുടിച്ച് നമ്മുടെ ട്രോളി അവിടെ കൊടുത്തിട്ട് നമ്മളിതാ മുകളിലോട്ട് കയറിയിട്ടുണ്ട്. മുകളിൽ ഇതുപോലത്തെ ഇങ്ങനത്തെ പ്രോഡക്റ്റുകളൊക്കെ ആയിരിക്കിട്ടുണ്ടാവുക. പാത്രങ്ങൾ, ഇലക്ട്രോണിക്സ്, ഡ്രസ്സ് അങ്ങനെയൊക്കെ. പിന്നെ ഇപ്പോൾ സ്കൂള് തുറക്കുന്നതിൻ്റെതായതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അല്ലിക്കുട്ടനെ അവിടെ നിന്ന് കളറിങ് ബുക്ക്, പെൻസിൽ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തായിരുന്നു. പിന്നെ സ്ഥിരം അവനൊരു ടോയ് വേണം, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് അവിടെ നിന്ന് ബില്ലാക്കി താഴെ പോകുന്നു കേട്ടോ.
അപ്പോൾ അടുത്ത് ഇവിടെ നിന്ന് നമുക്ക് വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങാനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതൊക്കെ എടുത്തു. അപ്പോൾ ഈ ഒരു ലിൻഡിൻ്റെ ഈ ഒരു ചോക്കോ വേഫർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. അത് ഹേസൽനട്ടിൻ്റെ ഫ്ലേവറിൽ വരുന്ന നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു. ആദ്യം ചിക്കനും ഫിഷും ഒക്കെ ആദ്യം തന്നെ നമ്മളങ്ങ് ഓർഡർ കൊടുത്തു. അപ്പോൾ പിന്നെ നമ്മളൊക്കെ എടുത്ത് വരുമ്പോഴേക്കും അത് റെഡി ആയിട്ടുണ്ടാവും. ഇതിനിടയ്ക്ക് അല്ലുക്കുട്ടന് 100 പ്രാവശ്യം ടോയ്ലറ്റിൽ പോകണം, വെള്ളം കുടിക്കണം, ജ്യൂസ് കുടിക്കണം, ചോക്ലേറ്റ്, അങ്ങനെ 100 പരിപാടികൾ ഉണ്ടാവും കേട്ടോ. അവൻ മാക്സിമം അവൻ മുതലെടുക്കും. പിന്നെ നമ്മുടെ ഐഡീൻ്റെ ബാറ്ററൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ടർക്കിഷ് സ്വീറ്റ്സ് കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു, ബക്ലാവ, പിന്നെ കുനാഫ. അതൊക്കെ ഇപ്പോൾ ഈ നോമ്പിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത് എല്ലായിടത്തും ഇതിൻ്റെ ഓരോ സ്റ്റാളുകളും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ന്യൂട്ടല്ലയുടെ കുനാഫയും മേടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് ബക്ലാവയും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ്ടോ ചക്കക്കുരു ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് ചക്കയുടെ തന്നെ എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്. അങ്ങനെ അതൊക്കെ മേടിച്ചതാ ഞങ്ങൾ തിരിച്ച് പോകുന്നു കേട്ടോ. തിരിച്ച് വരുമ്പോൾ അല്ലിപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. അവന് നടക്കാൻ വയ്യ, ടയേർഡാണ്, എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. കുറച്ച് ദൂരമൊക്കെ നടത്തിച്ചിട്ട് പിന്നെ ഏട്ടൻ എടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമെത്തിയിട്ട് ഇനി ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അതാണ് അടുത്ത പണി. അപ്പോൾ അതൊക്കെ എൻ്റെ തലയിലുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനത് ഓരോന്നായിട്ട് എടുത്ത് വെക്കുകയാണ്. ഇനി ഇത് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ വലിയ പരിപാടികളൊന്നുമില്ല. രാത്രിയായി, നമുക്ക് താമസിച്ച് ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ വിശപ്പൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സ്വീറ്റ്സ് കൊണ്ടുവന്നുകൊണ്ട് അതൊന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഫുഡൊന്നും നമ്മൾ കഴിച്ചില്ല, കാരണം 6 മണിക്കാണല്ലോ കഴിച്ചത്. നമ്മൾ തിരിച്ചെത്തിയപ്പോഴേക്കും 10 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലിക്കുട്ടന് ഫുഡ് കൊടുത്തു, നമ്മൾ ആ സ്വീറ്റ്സൊക്കെ ഒന്ന് കഴിച്ചു. പിന്നെ കുറച്ച് നേരമൊക്കെ അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് കിടന്നുറങ്ങിട്ടോ. ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഓരോ കവറുകൾ വരുന്നേ ഉള്ളൂ കേട്ടോ. അതൊക്കെ എടുത്ത് ഇനി അൺപാക്ക് ചെയ്ത് ഓരോരുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇന്ന് കുറച്ച് ലെങ്തിയാണ്, പക്ഷെ ഒന്നും കട്ട് ചെയ്യാൻ തോന്നിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ.